അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് നടന്ന വധശ്രമത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ചർച്ചകളാണ് എങ്ങും നടക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ഡിന്നറിനിടയിൽ കറസ്പോണ്ടൻസിന്, അതായത് ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും ട്രംപിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു അത്താഴ വിരുന്നിനിടയിലേക്കാണ് അക്രമി എത്താൻ ശ്രമിച്ചതും അവിടെ വെടിവെപ്പ് നടന്നതുമൊക്കെ. ഏതായാലും ആ ഹാളിനുള്ളിലേക്ക് ഈ അക്രമിക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഏതായാലും അക്രമിയുടെ ഫോട്ടോ ട്രംപ് തന്നെ തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതോടുകൂടി തന്നെയാണ് ഈ ട്രംപിനെ വധിക്കാൻ ആരാണ് ശ്രമിച്ചത്, ഇതിന് പിന്നിൽ ഏതെങ്കിലും രാജ്യമുണ്ടോ, പ്രത്യേകിച്ച് ഇറാനെ ലക്ഷ്യം വെച്ചാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നത്. പക്ഷെ ട്രംപ് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട ചെന്നായാണെന്നും മാനസിക രോഗിയാണെന്നും ഒക്കെയാണ്. പക്ഷേ ഈ കോൾ തോമസ് അല്ലൻ എന്ന് പറയുന്ന ഈ കൊലയാളി വെറുമൊരു മാനസിക രോഗിയാണോ എന്ന സംശയമുണ്ട്. കാരണം ഈ കൊലയാളി എത്തിയത് തന്നെ വൻ സന്നാഹത്തോടു കൂടി തന്നെയാണ്. ഒരു ഷോട്ട് ഗണ്ണ്, ഒരു ഹാൻഡ് ഗണ്ണ്, ഒരു കൂട്ടം കത്തികൾ എന്നിവ കരുതിക്കൊണ്ടാണ് വന്നത്. അതായത് ഒരു തരത്തിലും ഈ താൻ്റെ ലക്ഷ്യം വഴുതിപ്പോകരുത്, ഏത് തരത്തിലായാലും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഇത്രയും ആയുധങ്ങളുമായി അവിടെ എത്തുകയും ഈ സുരക്ഷാ വലയം ഭേദിച്ച് അകത്ത് കിടക്കുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വെടിയുയർത്തുകയും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെ രക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വധശ്രമം ഒരു പുത്തരിയല്ല. തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ തന്നെ ഇത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ വൈറ്റ് ഹൗസിൽ മുൻപ് ഒരു വെടിവെപ്പ് ഉണ്ടാകുകയും കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വെടിവെപ്പ് ഉണ്ടാകുകയും ആ വെടിവെച്ച് ആ അക്രമിയെ വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇത് അക്രമിയെ പിടികൂടിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.